ഈ രാജുവേട്ടല്ലേ അടുത്ത ഡയറക്ഷനിലേക്ക് കിടക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവ അതിന്റെ അമ്മയുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന? അടുത്ത ഡയറക്ഷൻ ഉണ്ട്. കുട്ടികളൊക്കെ എന്ത് രസമായിരിക്കുന്നു. സാഗർ സൂര്യ, ഗണപതി, മറ്റേതിന്റെ വരുന്ന ഇവരെല്ലാരും കൂടെ വയസ്സുകാലത്തൊക്കെ ഇങ്ങനെ ചിരിക്കാനൊരു അവസരം കിട്ടാന്ന് വലിയ സന്തോഷമാണ്. പിന്നെ അമ്മച്ചി ഒട്ടും മോശമല്ല, ചെമ്പോത്തമ്മ കെട്ടിയൊരു ഗോവയിൽ പോയപ്പോ അവിടെ പോയി അങ്ങനത്തെ നല്ല പടമുണ്ട്. വിജേഷിനാണ് വിജേഷും കാരണം വെച്ചാൽ അതിങ്ങനെ ഒരു കഥ സങ്കല്പിച്ച് ഉണ്ടാക്കി അതിത്ര ഭംഗിയായിട്ടൊരു തിരക്കഥ ഉണ്ടാക്കുക, അതിങ്ങനെ മനോഹരമായിട്ടൊരു സിനിമയാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഗംഭീരമായിരുന്നു. എനിക്ക് അടുത്ത കാലത്ത് കണ്ടിട്ട് മനസ്സിൽ തൃപ്തിയായിട്ട് നമ്മൾ ഇറങ്ങുമല്ലോ ഒരു പടം. അതിന് സത്യം പറയണമെങ്കിൽ പ്രകമ്പരം. ഇന്ദ്രേട്ടന് രാജേട്ടനൊക്കെ പടം കണ്ടിട്ടുണ്ടായിരുന്നു. രാജു കാണും ഹൈദരാബാദിലുണ്ട്. എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, രാജുവോട് ആദ്യം വിളിച്ച് പറഞ്ഞത് ഭയങ്കര റിപ്പോർട്ടറാണ് അമ്മയുടെ സിനിമയെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കോണറൊക്കെ മുക്കി അയച്ചിട്ടുണ്ട്. ഇന്ദ്രന് അതെ ഇന്നലെ വന്നിട്ടുണ്ട്. നാളെ ഇവിടെ തന്നെ എറണാകുളത്ത് കാണും. രാജോട്ടെ ഏത് പടത്തിന്റെ ഷൂട്ടിങ്ങിലാ? രാജമൗലി, അതായത് ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു നോബഡി. അത് കഴിഞ്ഞിട്ട് നേരെ രാജമൗലി സാറിന്റെ പടം, അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് വരും എന്ന് പറഞ്ഞു. ഇതാണ് മറ്റേ ഖലീഫ. ഇപ്പൊ ഈ ഞാൻ ചോദിച്ചോട്ടെ, ക്യൂരിയോസിറ്റി ഉണ്ട്, രാജോട്ടെ എപ്പോഴും അമ്മയോട് പറഞ്ഞിട്ടാണ് പോവാ ഷൂട്ടിങ്, ഇനി പടം ഷൂട്ടിങ് ഉണ്ട് അല്ലെങ്കിൽ അത് പറയും പോയി കഴിഞ്ഞ് കിട്ടാൻ വലിയ പടം. കാരണം അവന്റെ ഷൂട്ടിങ് കഴിയുമ്പോൾ 12 മണി വരെ അപ്പൊ ഞാനിവിടെ ഉറക്കം കഴിയും. പിന്നെ പോകുന്നതല്ലേ എപ്പോഴും പറയും അമ്മ ഇന്ന് ഞാൻ പോകുന്നത് ഹൈദരാബാദിലേക്കാണ്, അത് കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് വരും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിലുണ്ടെന്ന് തോന്നിയതൊക്കെ ഷൂട്ടിങ്. ഏപ്രിൽ മെയ് ഒക്കെ കൂടുതലും കൊച്ചിയാന്നാ പറഞ്ഞത്. ഇനി വരാനിരിക്കുന്ന പടങ്ങളൊക്കെ ഭയങ്കര വലിയ പടങ്ങളാണല്ലോ, ഖലീഫ, നോബഡി, രാജമൗലി 2027 പക്ഷെ ഇതിന്റെ സെറ്റിലൊക്കെ പോവാറുണ്ടോ? അങ്ങനെ ഞാനോ സെറ്റിൽ പോകേയില്ല. നല്ലൊരു പരിപാടി. കാരണം നമ്മളിത് കണ്ടല്ലേ പോലെ ഇത്ര കൊല്ലം ജീവിച്ചേ. ഇവിടെ ചെന്നിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇപ്പൊ തന്നെ ഞാനൊന്ന് കുറെ നാളായി കണ്ടിട്ട് ഞാൻ നോബഡിയുടെ സെറ്റിൽ പോയി. എനിക്കപ്പോൾ പാവം അവനവിടെ ഷോട്ട് അതിനിടയ്ക്ക് കൂടി വരണം. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇതിനായിരിക്കും ഉപദ്രവിക്കാൻ പോകുന്നതല്ലേ. അത് ഞാൻ അങ്ങനെ പറഞ്ഞു. നിങ്ങൾ എത്ര സെറ്റിൽ എന്നെ കണ്ടിട്ടുണ്ട് പറയും. എന്തെങ്കിലും വല്ല ഈ പറഞ്ഞിട്ട് പിറന്നാള് അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസമൊക്കെ വരുമ്പോ നല്ല ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ചിലപ്പോ ഞാൻ എന്റെ പ്രസാദമൊക്കെ ആയിട്ട് അങ്ങനെ അടുത്തുണ്ടെന്ന് അറിയാനൊന്നും പോകും. ഇല്ലെങ്കിൽ ഫോണിൽ കൊടുത്തിട്ടില്ല. പുതിയ പിള്ളേരൊക്കെ എങ്ങനെ ഉണ്ട്? ഗണപതി സെറ്റിൽ അവരെങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ സ്ക്രീനിലും ഓക്കെ, സെറ്റിൽ അവരെങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റിലോ ഈ പിള്ളേരല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു, ഇവരുടെ കൂടെ അഭിനയിച്ചാലാണ് നമ്മള് വയസ്സായത് തോന്നുന്നില്ല. നല്ല ചെറുപ്പമൊന്നും എനിക്ക് അങ്ങ് കിടന്നോളാണ് അസാധ്യം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ആത്മാർത്ഥമായിട്ട് ഒരു അമ്മയുടെ സ്ഥാനത്ത് പറയാണ്, ഇങ്ങനത്തെ കുട്ടികൾ വന്ന് അഭിനയിച്ച പടങ്ങൾ ഇതുപോലെ നിങ്ങളൊക്കെ ഓടിക്കാൻ ശ്രമിക്കണം ഹിറ്റായിട്ട്. എന്താ അറിയോ, അപ്പോഴേ ഇൻഡസ്ട്രി വളരെ ഉള്ളൂ. ഏതെങ്കിലും 5-10 സൂപ്പർ താരങ്ങളുടെ കയ്യിലല്ല സിനിമ. ഇതിന്റെ പിന്നിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് പടങ്ങൾ വരിക, പടങ്ങളൊക്കെ വലിയ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഓടുക. അപ്പൊ ഇതൊക്കെ എന്തൊരു സന്തോഷമാണെന്നല്ല ചോദിക്കും. ഇതുപോലെയൊക്കെ എല്ലാ പടവും ഓർഡർ ഇതുപോലെയുള്ള മിടുക്കന്മാർ പിള്ളേരെ ഇവിടെ വളർത്തണം. അതാണ് എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞത്. എല്ലാം വലിയ സന്തോഷം. നിങ്ങളെയൊക്കെ കൂടെ കണ്ടപ്പോൾ ഇത് എങ്ങനെ വന്ന എല്ലാവരും കൂടെ പടം കണ്ടോ? പടം കണ്ടു. ഞാൻ ആദ്യ ദിവസം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ രാജുവേട്ടല്ലേ അടുത്ത ഡയറക്ഷനിലേക്ക് കിടക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവ അതിന്റെ അമ്മയുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന? അടുത്ത ഡയറക്ഷൻ ഉണ്ട്. അതിപ്പോ എന്താ ഏതാന്നൊക്കെ ഞാൻ പറഞ്ഞാൽ തന്നെ സസ്പെൻസ് പോകും. ഇന്ദ്രേട്ടായിട്ടാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ അല്ല, ഇന്ദ്രേട്ടനും അതെ, പ്രൊഡക്ഷൻ ഡയറക്ഷൻ എല്ലാം ഉണ്ട്. ഇതിന്റെ ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റും മറ്റുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് അവന് ഹിന്ദിയും എല്ലാം കൂടെ അവന് ഭയങ്കര തിരക്കിപ്പോഴും. അവനിപ്പോ ഹിന്ദി പടം 2 ആയി. അനുരാഗശ്യവന്റെ പടം കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ പല്ലിശ്ശേരിയുടെ ഒരു ഹിന്ദി പടം തുറന്നു. അതിനിടെ കൂടെ അവരൊരു തമിഴ് വെബ് സീരീസ് ചെയ്യാൻ പോയി. പിന്നെ മലയാളത്തിലെ പടങ്ങൾ എല്ലാവരും കൂടി നടക്കുക. പക്ഷെ ചെയ്യും, എന്തായാലും ചെയ്യും. രാജുവേട്ടന്റെ പടം മലയാളത്തിലാണ് അത് വേറെ അന്യഭാഷ പടമാണ്? അത് ഡയറക്ഷൻ രണ്ടും ഉണ്ട്. ഒരു മലയാളം ഉണ്ട്, ഒരു അന്യഭാഷയുണ്ട്. പക്ഷെ അതിങ്ങനെ മലയാളമായിരിക്കും ആദ്യം. കഥ പറയൂ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പടം ചെയ്യാൻ പോലും പറഞ്ഞില്ല. ഞാൻ അതിനകത്ത് വേറതുണ്ട്. എനിക്ക് ഇങ്ങനെ തിയേറ്ററിൽ വന്ന് നിങ്ങളുടെയൊക്കെ റിയാക്ഷനൊക്കെ അറിഞ്ഞുകൊണ്ട് കാണുന്നത് ഇഷ്ടം. അപ്പൊ എന്നാലും ഒരു ത്രെഡ് പറയും, ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഞാൻ എപ്പോഴും ചോദിക്കും, അപ്പൊ അവസാനം ആരെങ്കിലും മരിക്കുമോ പോലെ എന്റെ സ്ഥിരം ചോദ്യമാണ്. അപ്പൊ ചോദിക്കാൻ എന്ത് ചോദ്യം അമ്മയെന്ന്
നമ്മുടെ ഈ വയസ്സാകുമ്പോൾ നമുക്ക് അതൊക്കെയാണ്, ദുഃഖമാണോ സന്തോഷമാണോ. ഇപ്പൊ മിക്കവാറും എല്ലാവരും ഹാപ്പി എൻഡിങ് സിനിമകളായതുകൊണ്ട് വലിയ സങ്കടമൊന്നും ഇല്ല. ആരാണ് സ്റ്റാർ ആയിട്ട് അഭിനയിക്കുന്നൊക്കെ പറയോ? ആര് നായകൻ ആരായിട്ട് അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ അടുത്ത ഡയറക്ഷനില് സസ്പെൻസ് ആണെന്ന് പറഞ്ഞപ്പോ ഇത് കഥ വിട്ട നായകനെ ചോദിക്കാം. മക്കളെ ഇപ്പൊ വരും. അല്ല ഞാൻ ചോദിക്കണല്ല, മാർച്ച് മാസം 5-ാം തീയതി തൊട്ട് കൊച്ചിയിലുണ്ട്. രാജേട്ടൻ്റെ അടുത്ത് എന്നിട്ട് ഇതെല്ലാം ചോദിക്കും. അല്ല ചോദ്യമല്ലേ ഇത് പറയണമെന്നല്ല, പക്ഷെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ആളാണ് സ്റ്റാർ എന്നുള്ളത്. അല്ല 2-3 വലിയ പടങ്ങളുടെ ഓഫറുണ്ട് എന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. പിന്നെ ഏകദേശം മലയാള പടങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള അവിടെ എവിടെയൊക്കെയുള്ള വർത്തമാനങ്ങളെ എനിക്ക് അറിയുള്ളൂ. അതായത് കറക്റ്റായിട്ട് ഇന്നതുപോലെ തുടങ്ങി ഇന്നതുപോലെ പ്ലാൻ ചെയ്ത് ഇന്ന ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഞങ്ങളുണ്ട്. അത് തുടങ്ങുമ്പോൾ അറിയും, പൂജയാകുമ്പോൾ നമ്മൾ അറിയുമല്ലോ. ഈ കുറച്ച് മാസം മുന്നല്ലേ രാജേട്ടന്റെ കലണ്ടറിലെ പാട്ട് സോങ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വീട്ടിലൊക്കെ എങ്ങനെയാണ് അതിന്റെ ഇത് നടത്തി? വീട്ടിലൊക്കെ രാജു ഇത്ര ഗൗരവമൊന്നും ഇല്ല. നമ്മുടെ വീട്ടിൽ വരുമ്പം ഒന്നാമത്തെ കാര്യം ഗൗരവമുള്ള സബ്ജക്റ്റുകൾ സംസാരിക്കും. വല്ലപ്പോഴും ആണ് ഞങ്ങൾ എല്ലാവരും കൂടെ 2 ദിവസം കൂടുന്നത്. അപ്പോൾ കൂടുതലും തമാശയും ഈ പിള്ളേർ കൊച്ചുമക്കളുടെ ബഹളങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും. വലിയ ഗൗരവമായിട്ടൊന്നും പറയാറില്ല. അവിടെ ഈ അമ്മയും പഴയ കൊച്ചുമക്കളും ഇതിന്റെ പൃഥ്വിയും ഒക്കെ ഒക്കെ കഴിയുള്ളൂ. അങ്ങനെ വലിയ സീരിയസ് ടോക്കൊന്നും ഇല്ല. പിന്നെ ഭക്ഷണം അപ്പോഴാണ് പ്രധാനം. അത് കഴിക്കാം, ഇത് കഴിക്കാം, ഇത് ഉണ്ടാക്കാം, അത് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞാൽ. ഈ സെലിബ്രിറ്റി കുടുംബം ആയതുകൊണ്ട് ചോദിക്കുക, നോർമലി ഫാമിലിയിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും, മക്കള് അങ്ങനെ ഗ്രൂപ്പ് കാര്യങ്ങളൊന്നും? കസിൻസ് എല്ലാവരും ഉണ്ട്. കാരണം എന്റെ ചേട്ടന് അമേരിക്കയിലുണ്ട്, ചേച്ചിയുടെ മക്കൾ എല്ലാവരും അമേരിക്കയിലാണ്, പിന്നെ ദുബായ്, എല്ലാം വിദേശ രാജ്യത്ത് കിടക്കുക, എല്ലാവരും ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞ്. അപ്പോ ഇവരെല്ലാവരും കൂടെ എന്തോ ഒരു കസിൻസിന്റെ ഗ്രൂപ്പ് ഇതുണ്ട്, കസിൻസ് എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ അതിനകത്ത് ഞങ്ങൾ അമ്മച്ചിമാരെ ഒന്നും ചേർത്തിട്ടില്ല. ഓക്കെ ഓക്കെ. ഇന്ദ്രേട്ടന്റെ വരാനുള്ള പടങ്ങൾ കൂടി പറഞ്ഞിട്ട് അവസാനം, ഇന്ദ്രേട്ടന്റെ വരാനുള്ള പടങ്ങൾ അറിയോ? അടുത്ത് വരാൻ പോകുന്ന ഒറ്റക്കൊമ്പൻ ഉണ്ടെന്ന് അറിയാം. അല്ലാതെ ഉണ്ട്, വേറെ ഒന്നുണ്ട്. പിന്നെ കാലന്റെ തങ്കക്കുടോ അത് കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. എന്നാ ശരി, ഓക്കെ, താങ്ക് യു കേട്ടോ ചേട്ടാ. ഇതിപ്പോ 14-ാം തീയതി വാലന്റൈൻസ് ഡേ ആണ് വരാൻ പോണത്. അപ്പൊ വീട്ടില് സെലിബ്രിറ്റീസ് ആയ 2 കപ്പിൾസ് ഉണ്ട്. അപ്പൊ ഇവരുടെ ഗിഫ്റ്റ് ഒക്കെ നോക്കുന്നത് ഷെയർ ചെയ്യണത് കാണാറുണ്ടോ? പിന്നെ കൊള്ളാം. വാലന്റൈൻസ് ഡേക്ക് അവര് തമ്മിൽ ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ അതൊക്കെയല്ലേ. ഇപ്പൊ പണ്ടത്തെ പോലെ ഓണവും വിഷു ഒന്നും അല്ല. മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, വാലന്റൈൻസ് ഡേ, ഫാഷൻ.